ഞങ്ങളോട് പണ്ടൊരു ഒരു വയസ്സായ തള്ളയുടെ കഥ പറഞ്ഞിട്ടുണ്ട്. എന്ത് മകൻ കള്ളു കുടിച്ചു വന്നപ്പോൾ നാട്ടുകാർ കുറച്ചൊക്കെ ക്ഷമിച്ചു, പിന്നെയും കള്ളു കുടിച്ചു വന്ന് പ്രശ്നം ഉണ്ടാക്കും നാട്ടില്. അപ്പോൾ നാട്ടുകാർ മുഴുവൻ കൂടി പള്ളിക്കമ്മറ്റിനോടും മറ്റും പറഞ്ഞു പ്രശ്നമാക്കി. അപ്പോൾ എന്റെ ഉമ്മ, അതിന് ഉമ്മയുള്ളൂ, ഉമ്മാക്ക് ചൂടായി. നിന്റെ കുട്ടി ഓന്റെ പൈസക്ക് കള്ളു കുടിച്ചു, നിങ്ങൾക്ക് എന്താ? നിങ്ങൾ തള്ള മുറ്റത്ത്, എന്നോടത് കണ്ടനുഭവിച്ചോ പറഞ്ഞ തള്ള മുറ്റത്തെന്ന് പറഞ്ഞ് അകത്ത് കടന്നുറങ്ങാ മകൻ കള്ളുടിച്ചോന്ന് പറഞ്ഞാ. നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് തള്ള എന്ത് അതിരാവിലെ തന്നെ പറയാ, എന്ത് മനെ എന്റെ പൈസക്കല്ലേ ഇജ്ജ് കുടിച്ചോ. എന്താ കാരണം? എന്താ കാരണം? എന്താ കാരണം? എന്താ കാരണം? എന്താ കാരണം? ഈ മകന് കൊടുത്താലേ എനിക്ക് തന്നാലേ എനിക്ക് 2 നേരം തിന്നാൻ കഴിയൂ എന്ന വിശ്വാസമാണ് ആർക്ക്? ഇമ്മക്ക്. എന്തിനാണ് ഈ ഉമ്മ നാട്ടിൻ കുത്തി നിസ്കരിക്കുന്നത്? എന്തിനാണ് വിശ്വസിക്കുന്നത്? ഇത് നിസ്കാരം ഫുറൂയ കാര്യല്ലേ, ദുസൂലിയ കാര്യല്ലേ? പോടെ പണി നോക്കിയിട്ട് എന്റെ പേര് കയറി കിടക്കുന്നത് എന്റെ പേരില്ല, ഞങ്ങളുടെ പുറത്ത് അള്ളാഹ്ക്കെതിരാ എന്റെ പേര് കിടക്കുക. ഇപ്പൊ മൂമിനത്താണ്, മറ്റേതോ നിസ്കാരക്കാരത്തിയാണ്. മനസ്സിലായില്ല? നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ ഇല്ലേ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായോ? ഓട്ട പുറത്ത് അള്ളാഹ്ക്കെതിരായിട്ട് എന്റെ പേര് കിടക്കുക, പറങ്ങണ പുറത്ത്. മനസ്സിലായില്ലേ? നിങ്ങൾ ചിന്തിക്കും, ഇവരൊക്കെ 5 നിസ്കരിക്കണോരാ, ഇവരൊക്കെ തഹജ്ജുദ് നിസ്കരിക്കണോരാ. നിസ്കാരം ഉസൂലിയായ കാര്യമല്ല. നിസ്കാരം എന്താ? ചിലർ പറയും ഞാൻ തീരുമാനിച്ചു കൊടുക്കുക. നിസ്കാരം എന്താ? ഒരു ഫുറൂഇയായ കാര്യം. ഫുറൂഇ ഉസൂലിയല്ല, വിശ്വാസ കാര്യത്തിൽപ്പെട്ടതല്ല. നിസ്കാരം ഉണ്ട് എന്നത് ഉസൂലിയായ കാര്യമാണ്, നിസ്കരിക്കൽ ഫുറൂഇയായ കാര്യമാണ്. മുസ്ലിമീങ്ങൾക്ക് നിസ്കാരം എന്നൊരു അമലേ ഇല്ല എന്നൊരാൾ വിശ്വസിച്ച കഫറാവും. നിസ്കരിച്ചില്ലെങ്കിലോ ഫുറൂഇയായ കാര്യമാണ്. അള്ളാഹു പുറത്തു കൊടുക്കാം, പുറത്തു കൊടുക്കാതിരിക്കാതെ അള്ളാഹിന്റെ ഇഷ്ടം. ഇത് ഉസൂലിയായ കാര്യമല്ല, ഫുറൂഇയായ കാര്യ. ഉസൂലിയായ കാര്യത്തിൽ കളിക്കരുത്, പുറത്തു പോകും. അല്ലാഹുവാണ് റസ്സാഖ്, ആരുമല്ല. റസ്സാഖ് ആരാ? പറ. ഇത് തലയൊക്കെ കേറ്റ്, അല്ലാതെ മൂത്താപ്പാന്റെ പെണ്ണുങ്ങൾ മൂത്തമ്മയാണ് ചേറ് ചെയ്തതെന്ന് പറഞ്ഞ് നടക്കല്ലേ. എത്ര പറഞ്ഞാലും പിന്നെയും ക്ലാസ് കഴിഞ്ഞ് ഞാൻ അവിടെ പോയിരുന്ന പിന്നെയും പറയും എൻ്റെ ഏട്ടൻ്റെ പെണ്ണുങ്ങളാണ് പ്രശ്നം. എൻ്റെ ഏട്ടൻ്റെ പെണ്ണുങ്ങളല്ല, ഇജ്ജാണ് പ്രശ്നം. എത്ര ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവിടെ പോയിരിക്കും. അപ്പോൾ പറയും പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ അത് ഞങ്ങളെ അമ്മായിയാണ്. അമ്മായി അങ്ങനത്തെ സേവക്കാരെത്തി പോകുന്ന ചേക്കുട്ടി പാപ്പാനെ അണ്ടാതിക്കണവരെത്തി പോകുന്നവരാണ് മൊത്തം. ചേക്കുട്ടി പാപ്പ എന്തേ കുട്ടി പാപ്പ ഞങ്ങളോട് പറഞ്ഞു, മനസ്സിലായില്ലേ? ചേമ്പിൻ്റെ ഇലക്ക് ഒരാളും പേടിക്കണ്ട. കാരണം ചേമ്പിൻ്റെ ഇലക്ക് 2018 വെള്ളം വന്നപ്പോഴും ചെറിയാണ് പണി. 2020 കൊങ്കം വെള്ളം വന്നപ്പോഴും ചേമ്പിലെ ചിരിക്കുക. എന്തുകൊണ്ട്? ചേമ്പിൻ്റെ ഇലക്ക് കൊതിക്കൂല, വെള്ളം പോണെങ്കിലും അതിന് കോട്ടിങ് ഉണ്ട്. ആ കോട്ടിങ് വാങ്ങ്. ആ കോട്ടിങ്ങിനാണ് അതെന്റെ കൽബിൽ കണക്കാറാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. പിന്നെ നമുക്ക് പ്രശ്നമില്ല. ഇതെന്താ ഇപ്പൊ ഈ ആയത്ത്? ഏത് അതല്ല മോനെ, ഇടയിൽ നമ്മൾ ചെയ്ത യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ വറഫഅ അബവൈഹി അലൽ അർശി വഖറൂ ലഹു സുജ്ജദ വഖാല യാ അബതി എന്താ പറഞ്ഞത്? هذا تأويل رؤياي من قبل قد جعلها ربي حقا وقد أحسن بي. എനിക്ക് എന്തൊക്കെ ഉപകാര എന്റെ പടച്ചോൻ ചെയ്തത്. ഇത് അഖ്റജനി മിനസ് സിജ്നി, എന്നെ ജയിലിൽ നിന്ന് പുറത്താക്കിയില്ലേ. അല്ലാഹ് പടച്ചോനെ, ഈ ആയത്തിന്റെ രസം മധുരം ഭയങ്കര. ജയിലിൽ കടത്തിയ വർത്താനം പറഞ്ഞു തന്നെയല്ല. നമ്മളാണെങ്കിൽ എവിടുന്ന എണ്ണ പറഞ്ഞ് മനസ്സിലായില്ലേ മക്കളെ? ആയത്തിനെ മനസ്സിലാക്കണം. ഇതൊക്കെ മനസ്സിലാകണം. കൽബ് തുറക്കല് ഭയങ്കര മനസ്സിലാവുണ്ട് പറഞ്ഞ്. ആദ്യം ജയിലിലിട്ടെങ്കിലും പിന്നെ പുറത്താക്കിയില്ലേന്നല്ല. ഒന്ന് ആ ആയത്തോത് മോനെ, എങ്ങനെയാണ് ആയത്ത്? ഓതി ഹാഫിളീങ്ങൾ ഓതിയല്ലേ. വറഫഅ അബവൈഹി അലൽ അർശി വഖറൂ ലഹു സുജ്ജദ വഖാല യാ അബതി ഹാദാ തഅ്വീലു റുയായ മിൻ ഖബ്ലു ഖദ് ജഅലഹാ റബ്ബി ഹഖ. പിന്നെ ഖദ് ജഅലഹാ റബ്ബി ഹഖ, എൻ്റെ റബ്ബി ഞാൻ കണ്ട സ്വപ്നം യാഥാർത്ഥ്യമാക്കി. പിന്നെ വഖദ് അഹ്സന ബി, എനിക്ക് എന്തൊരു ഉപകാരം എൻ്റെ റബ്ബ് ചെയ്തത്. ഇത് അഖ്റജനി മിനസ് സിജ്നി, എന്നെ ജയിലിൽ നിന്ന് പുറത്തിറക്കിയപ്പോൾ
എന്ത് പറഞ്ഞില്ല? ജയിലിലാക്കിയ വർത്താനേ പറഞ്ഞില്ല. എന്താ അപ്പൊ നമ്മൾ കുടുങ്ങുന്നത് വർത്താനല്ല, കുടുങ്ങുന്നത് രക്ഷപ്പെടലേ വർത്താനുള്ളൂ. കുടുങ്ങിയതുകൊണ്ട് റബ്ബിനെ തിരിഞ്ഞു, കുടുങ്ങിയില്ലെങ്കിൽ റബ്ബിനെ തിരിയില്ല. എനിക്ക് എന്റെ റബ്ബ് വലിയ ആയിഷാറത്തൊക്കെ എഴുതി കണ്ടിട്ട് പിന്നെ പഠിക്കണം. ഇവിടെ കന്നി അങ്ങനെ എല്ലാ സ്ഥലം നോക്കിക്കളി. മഹാന്മാര് സംസാരിക്കുന്നിടത്ത് ജീവിതത്തിലുണ്ടായ ഉപദ്രവങ്ങൾ പറയേല്ല. എനിക്ക് വലിയ ഉപകാരം എന്റെ റബ്ബ് ചെയ്തു. ഇത് അഖ്റജനി, എന്നെ പുറത്താക്കിയപ്പോൾ അല്ലാഹു മിനസ്സിജ്നി, ജയിലിൽ നിന്ന് എന്റെ റബ്ബ് എന്നെ പുറത്താക്കി. ആ റബ്ബിന്റെ തീരുമാനപ്രകാരം തന്നെയല്ലേ ജയിൽ പോയത്? ആണോ അല്ലേ? എന്താണ് നോക്കി, ആണോ അല്ലേ? അള്ളാഹു അല്ലാത്തൊരു പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയാതെ കുറച്ചാളുകൾ ജയിലിൽ കൊണ്ടുപോയിട്ട് പിന്നെയാണ് റബ്ബ് അത് അറിയുന്നത്. എന്റെ യൂസുഫിനെ ആരടാ ജയിലിട്ട്? പറയുടെ ചങ്ങായിമാരെ പറയും, ജയിലിട്ടതാരാ? ഒന്ന് പറയാ, ജയിലിട്ടതാരാ? അള്ളാഹു പറഞ്ഞില്ല. ഇത് അഖ്റജനി, ഇഖ്റാജിനെങ്കിൽ ഇത് ഖാല് വേണ്ടേ? ഉള്ളിക്ക് കയറ്റിട്ടല്ല ഇറക്കല്, ഉള്ളിക്ക് കയറ്റി വർത്താനം പറഞ്ഞില്ല. എനിക്ക് എന്റെ റബ്ബ് വലിയ ഉപകാരം ചെയ്തു, ഇത് അഖ്റജനി. എന്റെ റബ്ബ് എനിക്ക് ഉപകാരം ചെയ്തു, ഇത് അഖ്റജനി, എന്നെ പുറത്താക്കിയപ്പോൾ മിനസ്സിജ്നി, ജയിലിൽ നിന്ന്. നിങ്ങളെല്ലാവരും ആ കുഗ്രാമങ്ങളിൽ നിന്ന് എന്റെ നാട്ടിലേക്ക്, ഞാനിപ്പോ താമസിക്കുന്ന ഈ മിസ്രിലേക്ക് എത്തിച്ചു തന്നു. ബനി പറഞ്ഞില്ല, അപ്പൊ നിങ്ങളെല്ലാവരും ഇവിടെ എത്തി. നിങ്ങൾ ഇന്നെ ഒഴിവാക്കിയതല്ലെന്ന് പറഞ്ഞൂടെ? പറഞ്ഞൂടെ? 8-10 ഏട്ടന്മാരവിടെ ഉണ്ട്. ആ ഏട്ടന്മാരോട് എന്ത് പറയാ? നിങ്ങൾ ഇന്നെ പുറത്താക്കിക്കണെങ്കിലും, നിങ്ങൾ ഇന്നെ പൊട്ടക്കണത്തി കൊണ്ടുപോയിട്ടെങ്കിലും അൽഹംദുലില്ലാ, റബ്ബിന്റെ സഹായം കൊണ്ട് കുഴപ്പമൊന്നും പറ്റില്ല, ഇങ്ങനെ കയറിക്കോളി. ഇപ്പോൾ ഓൽക്ക് മാനക്കേട് വന്നില്ലേ? മനസ്സിലായില്ല? ജ്യേഷ്ഠന്മാര് തൊട്ട് മുന്നിലുണ്ട്. ആരുടെ മുന്നിൽ? പറ കുട്ടി. സയ്യിദുനാ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുന്നിൽ ആരുണ്ട്? ഏട്ടന്മാരുണ്ട്. ബാപ്പല്ലേ? എന്റെ മുമ്പുള്ള വാക്ക്. അപ്പൊ മുന്നിൽ ആരുണ്ട്? ജേട്ടന്മാരുണ്ട്. എന്നിട്ട് ആ ജേട്ടന്മാരോട് എന്താ പറയണത്? ആ ഗ്രാമത്തിൽ നിങ്ങൾ അങ്ങോട്ട് എത്തിച്ചു. എത്തിക്കണ് ബലി കൊണ്ടുപോയിട്ട് ആദ്യം എന്ത് ചെയ്തു? ഒട്ടകത്തിലിട്ടു. പിന്നെ 10-40 കൊല്ലം കഷ്ടപ്പെട്ടു. എന്നിട്ട് പിന്നെ ഇപ്പൊ പറയണ എന്താ അറിയോ? റബ്ബ് നമുക്ക് ചെയ്ത ഉപകാരം പിന്നെ നമ്മളെ രണ്ടു കൂട്ടര് റബ്ബ് പിന്നെയും കൂട്ടിയില്ലേ? ഇതിനാണ് മഹാന്മാര് അറിയാം. അതാണ് മഹാന്മാര്. ഒരു വാക്കെങ്കിലും അപ്പൊ പറഞ്ഞാൽ മനസ്സിൽ വിഷമാർക്ക് വന്നു. ജ്യേഷ്ഠന്മാരെ പെണ്ണുങ്ങൾ ഇതൊന്നും ഇല്ലാത്ത സമയത്ത്, പെണ്ണുങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് നിങ്ങൾ അന്ന് രാത്രി കിടന്നുറങ്ങണം നേരത്തെ എന്ത് പറയും? ആണെങ്കിലും ഞാൻ അവിടെ അങ്ങോട്ട് ചൂളിപ്പോയി. എന്നിട്ടും മൂപ്പരെടുത്തേക്ക് നമ്മൾ വരേണ്ടി വന്നില്ലേ? എന്ത് സംഗതി നിങ്ങൾ ഇന്നെ ഇടങ്ങാറാക്കിയതൊക്കെ തന്നെ. പക്ഷെ ഇപ്പൊ ഞമ്മക്കത് എല്ലാവർക്കും ഉപകാരമായി. സംഗതി നിങ്ങൾ ഇന്നെ ഒഴിവാക്കാൻ ചെയ്തത് തന്നെയാണ്. എന്നാലും കുഴപ്പമില്ല. എന്നാലും ഇപ്പൊ ഇക്കൊല്ലത്തിലായി അൽഹംദുലില്ലാ. അങ്ങനെ പറഞ്ഞാലും അത് നല്ല വാക്കായിട്ടാണ് നമ്മൾ പരിഗണിക്കുക. പക്ഷേ അന്ന് രാത്രി അപ്പുറം കിടക്കണ നേരത്തെ പെണ്ണുങ്ങൾ പറയും, എന്നാലും നിങ്ങൾ ആ ചെയ്തത് മോശമായി പോയി. ഓനത് വല്ലാതെ പറഞ്ഞോ, നല്ല കുട്ടിയാ. എന്നാലും അത് കേട്ടപ്പോ ഞാൻ തുണി അയച്ചിട്ട മാതിരിയായി പോയി. പറയല്ലേ നിങ്ങൾ? ഓളെ മുഖത്തേക്ക് ശരിക്കും നോക്കാതെ വരും. പിന്നെ രാത്രി ലൈറ്റ് ഓഫ് ആക്കിയിട്ടാണെങ്കിലും കുഴപ്പമില്ല. അക്കാലത്ത് ലൈറ്റും ഇല്ലാത്തതുകൊണ്ടല്ല എന്തില്ല. പിന്നെ പറയണ എന്താണെന്നറിയോ? പിന്നെ പറയണ വലിയ രസമുണ്ട്. വലിയ കുറ്റവാളിക്ക് കൊണ്ടുപോയിട്ട് പോസ്റ്റ് ചെയ്യാണ് കുറ്റം. എന്റെയും എന്റെ സഹോദരങ്ങളുടെയും ഇടയിൽ പിശാച് നീ വിട്ടുപിരിച്ചതിന് ശേഷം നമ്മളെ രണ്ടോട്ടരും യോജിപ്പിച്ചു. ഇപ്പൊ കുറ്റമാരെ പോസ്റ്റ് കിട്ടു ചെയ്താനോ? പിന്നെ ആർക്കും കുറ്റണം മറ്റു പോസ്റ്റിലാണല്ലോ. ഇപ്പൊ ഈ വാക്ക് കേട്ടാ തോന്നുന്നത് ജേട്ടന്മാരൊന്നും കാട്ടിയിട്ടില്ല. ശൈത്താൻ വിട്ടുപിരിച്ചു എന്റെയും എന്റെ സഹോദരങ്ങളുടെയും ഇടയിൽ ശൈത്താൻ വിട്ടുപിരിച്ചു. അതിനുശേഷം അല്ലാഹു നമ്മളെ വീണ്ടും കൂട്ടി. ഇപ്പൊ കുറ്റാരിക്ക ശൈത്താൻ എങ്ങനെയുണ്ട്? അപ്പൊ ഇവരും ഞാൻ ആരോടെങ്കിലും പറയുകയാണെങ്കിൽ ഇവർക്കും പറയാലോ. ഈ കൂട്ടത്തിൽ ഏതെങ്കിലും പിറ്റേന്ന് രാവിലെ ചായക്കിറങ്ങുമ്പോ ഏതെങ്കിലും ആള് പറയും, എന്നാലിപ്പോ നിങ്ങളെല്ലാരും കൂടി
ആ കുട്ടിനെ കൊണ്ടുപോയി കിണറ്റിലിട്ടതല്ലേ എന്ന് പറയുമ്പോ ഇവർക്ക് തെളിവായി. എന്ത് ഒക്കെ ശൈത്താന്റെ കളിയാണ്. ചൈത്താന്റെ കളി തന്നെയാണ്. പക്ഷെ ചൈത്താൻ നമ്മളവിടെ കാണൂല. നമ്മളെ ഏട്ടൻ നമ്മളോട് ഉപദ്രവം ചെയ്താൽ നമ്മൾ ആരെ പറയുള്ളൂ? ഇജും ഞാനൊക്കെ ഒരു ഉമ്മാന്റെ പള്ളിയിലുണ്ടായിപ്പോയല്ലോ. മനസ്സിലായില്ലേ? ശരിയാണോ അല്ലേ? ആണോ അല്ലേ? ഭയങ്കരാണ് ഈ ആയത്ത്. ഈ ആയത്ത് 100 കൊല്ലം പഠിച്ചാൽ തീരൂല. കുട്ടികൾ ഇതിൽ റിസർച്ച് ചെയ്യാൻ ഭയങ്കര. ഇതന്നെ സ്വഭാവം. ഈ സ്വഭാവമാണ് മുഅ്മിനീങ്ങളുടെ സ്വഭാവം. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്നിട്ട് പറയാ ഇന്ന റബ്ബീ ലതീഫുൽ ലിമാ യശാ. റബ്ബിന്റെ അനുഗ്രഹം വളരെ സൂക്ഷ്മമാണ്, വളരെ വ്യാപകമാണ്, വളരെ മൃദുവായതാണ്. എന്തൊരു അനുഗ്രഹമാണ് ചെയ്തത്. എന്തൊക്കെ പിശാച് കളിച്ചിട്ടും പിന്നെ ഞങ്ങൾ രക്ഷപ്പെട്ടു. അവരൊക്കെ ജയിലിലിട്ടും പിന്നെ എന്നെ രക്ഷപ്പെടുത്തി. മനസ്സിലാവുണ്ടോ? ഇതെന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? ഒന്നും പോസ്റ്റ് ചെയ്യാതിരിക്കുന്നത് എന്തുകൊണ്ടാ? പ്രേമം ആർക്കിടയിൽ? അപ്പൊ അത് പറയേ. ഞാൻ ചെണ്ടാല ഭിക്ഷുകയെ പറ്റി, കുമാരനാശാന്റെ ചെണ്ടാല ഭിക്ഷുക എന്നൊരു കവിത കവിത ഉണ്ട്, നീണ്ട കവിത. ഞങ്ങളോട് പണ്ട് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടില്ലേ? ഉണ്ടല്ലോ. ചെണ്ടാലത്തി പെണ്ണിനെ ബ്രാഹ്മണൻ ചെണ്ടാലത്തി പെണ്ണിനെ പ്രേമിക്കുക. അപ്പോൾ അത് പാടില്ല. ചെണ്ടാലപ്പെണ്ണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അടിയിലുള്ളതാണ്. ബ്രാഹ്മണൻ വർഗത്തിൽ ഏറ്റവും ഉന്നത. ഈ ഉന്നതനായ ബ്രാഹ്മണനായ യുവാവ് ഈ ചെണ്ടാല പെണ്ണിനെ പ്രേമിക്കുക. അപ്പോൾ നാട്ടുകൂട്ടം കൂടി അക്കൂട്ടർ വിധി അനുസരിച്ച് കയ്യും കാലും വെട്ടിയിട്ട് ചുടലെ കൊണ്ടി പൊള്ളാൻ നാട്ടുകൂട്ടം തീരുമാനിച്ചു. ആരെ? പെണ്ണ് ആണിനല്ല. ആണ് വലിയ ഉന്നത കുലജാതനാണ്. അങ്ങനെ കൊണ്ടുപോയിട്ട് കുമാരനാശൻ പറഞ്ഞൊരു കഥയായിട്ട് ഇത് വലിയ പാട്ടുണ്ട്. അങ്ങനെ ഒരു രാത്രി ഇവളെ കാണാൻ വേണ്ടി പോവാണ് ആര്? ബ്രാഹ്മണൻ. അപ്പോൾ പെണ്ണ് കരയാ. ഇവൾ മരിച്ചിട്ടില്ല, മരണത്തോടടുത്ത്. അപ്പോൾ പറഞ്ഞു, പ്രഭു നിങ്ങൾ എന്തിനാ അങ്ങോട്ട് വന്നത്? നിങ്ങളെ ഇഴയ ജന്തുക്കൾ കഴിച്ചാലോ, നിങ്ങളെ കാട്ടുമൃഗങ്ങൾ ആക്രമിച്ചാലോ? പ്രഭു അതെനിക്ക് സഹിക്കാൻ കഴിയില്ല. ഇവൻ കാരണം എന്തും ഇല്ല, കയ്യും കാലും ഇല്ല. പ്രഭു നിങ്ങൾ എന്തിനാ വന്നത്? നിങ്ങൾ സന്തോഷത്തോടുകൂടെ ഇരിക്കുന്നു എന്ന് ഉറപ്പാക്കിയിട്ട് മരിച്ചാൽ എനിക്ക് സന്തോഷമാണ്. ഇതിനെന്താ പറയാ? പ്രേമം എന്ന് പറയും. ഇതാണ് പ്രേമം. ഈ പ്രേമം ആരോട്? ഇതാണ് യൂസുഫ് നബിക്ക് പ്രേമം. ആരോട്? അള്ളാഹിനോട്. അതാ നിങ്ങളുടെ പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ ദിക്റ് ചൊല്ലിയിട്ട് 1000 ദിക്റ് ചൊല്ലിയാൽ കച്ചവടം കൂടുന്നുണ്ട്. ദിക്റ് ചൊല്ലിയിട്ട് വേഗം പിന്നെ പോയി 1000ാമത്തെ ദിക്റ് ചെല്ലുമ്പോൾ മേശൻ്റെ അടുത്ത് എത്തിയിട്ട് 1000ാമത്തെ ദിക്റും ചൊല്ലുക. മേശൻ്റെ വലിപ്പത്തോടെ നോക്കുക. കച്ചവടം കൂടിക്കണോ? ഇല്ല. പേര് പറഞ്ഞ മറ്റേ മമ്മൂട്ടി വലിയ പറഞ്ഞിട്ടുണ്ട്, 1000 ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ 450 ചെല്ലിയാൽ ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ 1000 മാറും. 450ാമത്തെ ചൊല്ലിക്കഴിഞ്ഞു തുറന്നു നോക്കി. അങ്ങനെ 2 വട്ടം പിന്നെ 2, 3 വട്ടം. പിന്നെ നമ്മൾ എന്ത് പറയാന്നറിയാം? വെറുതെ തട്ടിപ്പ്. അയാൾക്ക് വെറുതെ താടി വെച്ച് നടക്കുന്ന തട്ടിപ്പ്. ഇത് 450 അല്ല, 450 കോടി ദിക്റിലേറ്റും കാര്യമല്ല. ഇതൊക്കെ ഒരു മാധ്യമമാണ്. എന്തിലേക്ക്? അള്ളാഹുവിലേക്ക് ഒട്ടാൻ മാധ്യമം. അത്രയേ ഉള്ളൂ. ഒട്ടണം, പിന്നെ പ്രശ്നമില്ല. പിന്നെ നിന്റെ പ്രശ്നം റബ്ബിന്റെ പ്രശ്നമാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ബാക്കി അടുത്ത ക്ലാസ് പറയുന്നത് വലിയ വിഷയമാണ്. കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതിന് ബാക്കിയാണ് ഈ പറയുന്നത്. ഇവിടെ ആയത്തുണ്ട് ഇതിന് ശേഷം. من كان يريد حرث الآخرة نزد له في حرثه ومن كان يريد حرث الدنيا نؤته منها وما له في الآخرة من نصيب حسبي ربي جل الله ما في قلبي غير الله حسبي ربي جل الله ما في قلبي غير الله حسبي ربي جل الله ما في قلبي غير الله على النبي صلى الله لا إله إلا الله 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 പകുതിയാക്കി വെച്ചിരിക്കുക. ബാക്കി അടുത്ത ഇതിൻ്റെ അടുത്തൊരു ആയത്തുണ്ട്. ഇതാണ് സത്യത്തിൽ വെള്ളിക്കോല്.
മങ്കാന യുരീദു ഹറസൽ ആഖിറ, ആരെങ്കിലും ആഖിറത്തിന്റെ കൃഷിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നസിദ് ലഹു ഫി ഹറസി, ആ കൃഷിയിൽ ഞാൻ കൂട്ടിക്കൊടുക്കും. ആഖിറത്തിന്റെ കൃഷി ഒരാൾ ഉദ്ദേശിച്ചാൽ അവന് ഞാൻ കൂട്ടിക്കൊടുക്കും. ഇപ്പൊ തന്നെ ഉത്തരം പറഞ്ഞുതരാം. എന്താണ് പറഞ്ഞർത്ഥം? ഖുർആനിലൂടെയാണ്. ഇവിടുന്ന് തുറക്കണം. പറയും മങ്കാന യുരീദു ഹറസൽ ആഖിറ നസിദ് ലഹു ഫി ഹറസി, ഒരാൾ ആഖിറത്തിന്റെ കൃഷിയാണ് ചെയ്തതെങ്കിൽ നാം അവന് കൂട്ടിക്കൊടുക്കും. അതിനർത്ഥം മങ്കാന യുരീദു ഹറസ ദുനിയ, ഒരാൾ ദുനിയാവിന്റെ കൃഷിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നൗതിഹി മിൻഹാ, അതിൽ നിന്ന് തന്നെയും അല്പം കൊടുക്കും. വമാലഹു ഫിൽ ആഖിറതി മിൻ നസീബ്, ആഖിറത്തിലൊന്നും ഉണ്ടാവുകയുമില്ല. അടുത്ത ആഴ്ച വിശദീകരിക്കുക. എന്നാലും നിങ്ങൾ തലയിലിട്ട് ഇറങ്ങാറാണ്ട. ഒറ്റ വാക്ക് ഞാൻ മറുപടി പറഞ്ഞുതരാം. ഇല്ലെങ്കിൽ നിങ്ങൾ ഒഴിച്ചു എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെയുണ്ടല്ലോ, നമ്മൾ തമ്മിൽ മത്സരിക്കുമ്പോൾ ഒഴിച്ചു മനസ്സിലാവണില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ മതി. ബാക്കി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞാൽ സമയങ്ങളുണ്ടല്ലോ. മങ്കാന യുരീദു ഹറസൽ ആഖിറ, അതല്ല ഒരാൾ അതിന് മറുപടി പറഞ്ഞാൽ അവനെ മാൻ ഓഫ് ദി പ്രോഗ്രാമായി പ്രഖ്യാപിക്കും. മങ്കാന യുരീദു ഹറസൽ ആഖിറ, ആഖിറത്തിന്റെ കൃഷിയാണ് ഒരാൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നസിദ് ലഹു ഫി ഹറസി, ആ കൃഷിയിൽ ഞാൻ കൂട്ടിക്കൊടുക്കും. എന്താ പറഞ്ഞുതരാം, പറയട്ടെ. ആഖിറത്തിന്റെ കൃഷിയാരാണ് ഒരാൾ ഉദ്ദേശിച്ചെങ്കിൽ അവന് കൂട്ടിക്കൊടുക്കുക പറഞ്ഞാൽ ദുന്യാവും കൂടി കൊടുക്കുക. ദുന്യാവും കൊടുക്കും, ആഖിറവും കൊടുക്കും. മങ്കാന യുരീദു ഹറസ ദുനിയ, ദുന്യാവിന്റെ കൃഷിയാണ് ഒരാളുടെ ഉദ്ദേശമെങ്കിൽ നൂതിഹി മിൻഹാ, അതിന് തന്നെ കുറച്ചേ കൊടുക്കുള്ളൂ. പിന്നെ മറ്റേ പറയേണ്ട ആവശ്യമില്ലല്ലോ. വമാലഹു ഫിൽ ആഖിറതി മിൻ നസീബ്, ആഖിറത്തിൽ ഒരു അംശവും ഒരു ഭാഗതയവും അവന് ഉണ്ടാവുകയുമില്ല. നിനക്ക് ആഖിറം കിട്ടണമെങ്കിൽ, നിനക്ക് ദുനിയാവ് കിട്ടണമെങ്കിൽ നല്ലതെന്താ? ആഖിറത്തിനെ കൊണ്ടെടുക്കുക. ഞാൻ ദുനിയാവും കിട്ടും, ആഖിറം കിട്ടും. ഇതും കിട്ടും. മങ്കാന യുരീദു ഹറസൽ ആഖിറ നസിദ് ലഹു ഫീ ഹറസി, പശു വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ കാളയെ തല്ലുക എന്നൊരു പ്രയോഗമുണ്ട്. പശു വെള്ളം കുടിച്ചില്ല, വെള്ളം കൊണ്ടേ കൊടുത്ത് പശുവിന്, പശു വെള്ളം കുടിച്ചില്ല, അപ്പൊ കാളയെ തല്ലുക, അപ്പോൾ പശുവും വെള്ളം കുടിക്കും. മനസ്സിലായില്ല? അതൊരു പ്രയോഗമാണ്. വെള്ളം കുടിക്കാത്തതാരാ? പശുവാണ്. തല്ലിട്ടതായിരിക്കാം കാളക്ക്. പശുവിനെ അങ്ങനെ തല്ലുന്നത് നല്ലതല്ല, കാരണം പാല് കുറയും. അപ്പൊ കാളയെ തല്ല് എന്ന് പറഞ്ഞതുപോലെ എനിക്ക് ആഹാരവും ദുന്യാവും കിട്ടണമെങ്കിൽ നല്ല പണി എന്താ? ആഹാരത്തെ പണി എടുക്കുക. പക്ഷെ എനിക്ക് ചിലപ്പോൾ ഒന്നും കിട്ടൂല എന്നോട് പിന്നെ ചെന്ത് പറയും, നമുക്ക് ആഹാരം ഉണ്ടാവില്ല, ഞാൻ വേദന ഉണ്ടായതുമില്ല, മറ്റേ വർത്തമാനം കേട്ടാണ് നമ്മള് അതൊക്കെ നിർത്തി വെറും ആഹാരത്തിന്റെ പണി. അതന്നെ അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ബോധമാണ്. ആയത്തൊക്കെ നിങ്ങൾ നോക്ക്, ഇത് തമ്മിൽ ബന്ധമുണ്ട്. ഹൃദയത്തിന്റെ വാതിൽ തുറക്കണം, ഹൃദയത്തിന്റെ വാതിൽ. മങ്കാന യുരീദു ഹറസൽ ആഖിറ നസിദ് ലഹു ഫീ ഹറസി വമങ്കാന യുരീദു ഹറസദ് ദുനിയ നുഅ്തിഹി മിൻഹാ, ഒരാൾ ദുനിയാവിന്റെ കൃഷിയാണ് ചെയ്തതെങ്കിൽ അതിൽ നിന്ന് തന്നെയും അല്പേ കൊടുക്കും. വമാ ലഹു ഫിൽ ആഖിറതി മിൻ നസീബ്. من كان يريد حرث الآخرة نزد له في حرثه ومن كان يريد حرث الدنيا نؤته منها وما له في الآخرة من نصيب. ആഖിറത്തിൽ ഒരു ഭാഗതയവും ഉണ്ട്. ഒന്ന് നോക്കാം. ഫമാലഹുന്ന നോക്കാം. പാവന്നല്ലേ? ഫമാലഹുന്ന നോക്കാം. മങ്കാന രണ്ടായത്ത് ഇപ്പോഴും വിശദീകരിച്ചിട്ടുണ്ട്. അടുത്ത 19-20 ആ രണ്ടായത്തും സുബഹി നിസ്കാരം കഴിഞ്ഞ് 7-5 ദായിമാക്കുന്നവർക്ക് ധൈര്യത്തിലുണ്ടാവില്ല. പക്ഷെ റബ്ബിനെ കൊട്ടണം. എനിക്ക് തരുന്നത് കമ്പനിയല്ല, എനിക്ക് തരുന്നത് ആരുമല്ല, എനിക്ക് തരുന്നത് ആരാണ്? അള്ളാഹു. പേടിക്കണ്ട, ഒരു പേടിയും വേണ്ട. കമ്പനി നിന്ന് പുറത്തായിക്കോട്ടെ, കമ്പനി അല്ലല്ലോ ഭക്ഷണം അയച്ചത്, അള്ളാഹു അല്ലേ. ഒമാമിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. എൻ്റെ റിസ്ക് അയച്ചത് കമ്പനിയല്ല, ആരാണ്? അള്ളാഹു.
അല്ലാഹു ലതീഫ്. ഒന്ന് രണ്ടും കൂടി ഒന്നിച്ച്. അല്ലാഹു അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലതീഫും ബിഇബാദിഹി യർസുഖു മൻ യശാഉ വഹുവൽ ഖവിയ്യുൽ അസീസ്. من كان يريد حرث الآخرة نزد له في حرثه ومن كان يريد حرث الدنيا نؤته منها وما له في الآخرة من نصيب. അസ്മാഉൽ ഹുസ്ന ചൊല്ലിയിട്ടില്ല, മറന്നുപോയി. നിങ്ങൾ എന്നെ ഓർമ്മപ്പെടുത്തിയിട്ടില്ല. അതാണ് റബ്ബിലേക്ക് ഒട്ടൽ. അള്ളാഹു റബ്ബിലേക്ക് ഒട്ടുന്നവരിൽ നമ്മൾ ചേർത്തേറ്റ്. റജബാണ് എന്നത്തെക്കാളും റബ്ബിനെ ഓർത്താളി. ഇത് പെട്ടെന്ന് റബ്ബിനെ കിട്ടുന്ന മാസമാണ് ഏത്? റജബ്. റജബുൻ ഷഹറുല്ലാഹ്, റജബ് അള്ളാഹുവിൻ്റെ മാസമാണെന്ന് മുഹമ്മദ് മുസ്തഫ. അതിനർത്ഥം നിനക്ക് പണിയെടുത്താൽ മറ്റേത് കാലത്തെക്കാളും അള്ളാഹിനെ കിട്ടുന്ന മാസമാണ് ഏത്? ഷഅബാനു ഷഹരി റമളാൻ. ഇതിൻ്റെ അർത്ഥം ഒറ്റ വാക്കിനർത്ഥം പറഞ്ഞ ഇതിൻ്റെ അർത്ഥം റജബിലും ഷഅബാനിലും അള്ളാഹുലും റസൂലും പണിയെടുത്തൊരുക്കേ റമളാൻ കിട്ടുള്ളൂ. മറ്റേ ഭക്തക്ക കഷ്ണം കിട്ടും, പാടിച്ചോനും കിട്ടൂല. ഭക്തക്ക കഷ്ണം നല്ല നല്ല ഭക്തക്ക കഷ്ണം കിട്ടും. ഭക്തക്ക പറയണ പൈനാപ്പിള്, തരിക്കഞ്ഞി, നെയ്യിട്ട കഞ്ഞി, ചീരോക്കഞ്ഞി. പാലക്കാട് സൈഡൊക്കെ പോയാലുണ്ടൊരു മസാലക്കഞ്ഞി, ഇറച്ചി. കുടിച്ചിട്ടുണ്ടോ? ഞാൻ കുടിച്ചിട്ടുണ്ട്. എനിക്ക് റമദാൻ മാസത്തിൽ ഇപ്പോഴും പാലക്കാട് പോകാനുള്ള പൂതിയ. കോയമ്പത്തൂരിൽ നിന്നാണ് ഞാൻ ഒരിക്കൽ മസാലക്കഞ്ഞി കുടിച്ചത്. പാലക്കാട് നിന്ന് കോയമ്പത്തൂരിൽ നിന്ന് ഒന്നും വാങ്ങല്ല. എന്നാലും റമദാൻ മാസത്തിൽ ഒന്നും കൂടെ പാലക്കാട് പോകാനൊരു പൂതിയാണ്. ഞാനും മുസ്തഫാജിയുണ്ട്. മുസ്തഫാജിൻ്റെ കൂടെ ഞങ്ങൾ കോയമ്പത്തൂർ സ്ഥലത്ത് നിന്ന് റമദാൻ മാസത്തിൽ നോമ്പ് പറഞ്ഞിട്ടുണ്ട് ഒരു 10 കൊല്ലം മുമ്പ്. എന്നിട്ട് ഞങ്ങൾ മസാലക്കഞ്ഞി ഒരു പള്ളിയിൽ നിന്ന് കിട്ടിയപ്പോൾ ആ നാവൊന്നും ഇപ്പോൾ പോയിട്ടില്ല. ഇതൊക്കെ കിട്ടും റമളാൻ മാസത്തിൽ. അള്ളാനെ കിട്ടൂല. അള്ളാനെ എന്ന് വാങ്ങണം? റജബിൽ വാങ്ങണം, ഷഅബാനിൽ നബിയെ വാങ്ങണം. എന്നാ അള്ളാഹു റസൂലും കയ്യിലുണ്ടെങ്കിൽ പിന്നെ എന്ത് റമളാന്? നോമ്പ് ഒഴിവാക്കും ചെയ്യാം, നോമ്പ് ഒഴിവാക്കും ചെയ്യാം. നോമ്പ് നോറ്റവന് കിട്ടൂല, ചിലപ്പോൾ നോമ്പ് ഒഴിവാക്കിന് കിട്ടുകയും ചെയ്യും. മദീനയിൽ നിന്ന് യാത്ര പോയപ്പോൾ ഉച്ചവരെ യാത്ര ചെയ്തു. ഒരു സ്ഥലത്തെത്തിയപ്പോൾ ളുഹറിൻ്റെ നേരായി ഇറങ്ങി ഹബീബ റസൂൽ. ഏതാ മാസം? റമളാൻ. ഹബീബ റസൂൽ ളുഹർ നിസ്കരിച്ചിരിക്കുമ്പോൾ പറഞ്ഞു, ഹാത്തുബിമ, വെള്ളം കൊണ്ടുവരി. അവർ വെള്ളം കൊണ്ടേ കൊടുത്തു. പക്ഷേ ശരിബിൽമ റസൂൽ വെള്ളം കുടിച്ചു. ഏതാ മാസം? റമളാൻ. റസൂലുള്ളാഹിന്റെ തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് പാത്രം കൊടുത്തു, കുടിക്കുക. അയാൾ കുടിച്ചു, അയാളും കുടിച്ചു, അയാളും കുടിച്ചു, എല്ലാവരും കുടിച്ചു. കോമു, നീ പോകുക. ഏതാ മാസം? നിങ്ങൾക്കൊരു അന്തമിടൽ. അതായത് നിങ്ങൾ പറഞ്ഞപ്പോൾ നബിനെ തന്നെ പുറത്താക്കേണ്ട അവസ്ഥയിലാണല്ലോ. റമളാൻ മാസത്തിൽ വെള്ളം കുടിച്ചു. അന്നൊക്കെ 1400 കൊല്ലം മുമ്പ് നബി വഫാത്തായത് നന്നായി. ഇല്ലെങ്കിൽ ഇന്നൊക്കെ ആണെങ്കിൽ നബിനെ പുറത്താക്കും. പറഞ്ഞുതരാം. റമളാൻ മാസം യാത്രയാണ്. നബിക്ക് പ്രശ്നമില്ല, പക്ഷേ വിഷമുള്ളവർ ആ കൂട്ടത്തിലുണ്ടാവും. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, യാത്രയിലോ വിഷമത്തിലോ ആണെങ്കിൽ നിങ്ങൾ മറ്റു കാലങ്ങളിൽ നോറ്റാൽ മതി. അള്ളാഹ് പറഞ്ഞിട്ട് ഈ സാധുവിനെ വിഷമിപ്പിക്കണം എന്തിനാ? നബിക്കത് വിഷമമില്ല. നബി 3 ദിവസം ഭക്ഷണം കഴിക്കൂല, വെള്ളം കുടിക്കൂല. ഇന്ന റബ്ബി യുത്ഇമുനി വയസ്കീനി, ഇന്ന റബ്ബി എനിക്ക് ഭക്ഷണം വെള്ളം തരുന്നുണ്ട്, നിങ്ങൾ ഇന്റെ കാര്യം നോക്കേണ്ടത് പറഞ്ഞ അതേ നബി മുന്നിൽ നിന്ന് വെള്ളം കുടിച്ചു. നബിക്ക് ആവശ്യം ഉണ്ടായിട്ടല്ല. ആ കൂട്ടത്തിൽ ആരുണ്ടാവും? പറയണ കുട്ടി ആരുണ്ടാവും? സാധുണ്ടാവും. ഇത് റഹ്മത്തുൽ ആലമീനാണ്. ഇത് നിയമല്ല, റഹ്മത്താണ്. കുടിച്ചോളിയും വെള്ളം. എണീറ്റ് പോകാൻ ഒരുങ്ങിയപ്പോൾ ചിലർ പറഞ്ഞു, നബിയെ കുറച്ചാൾ ബാക്കിൽ വെള്ളം കുടിച്ചില്ല, ഒരു റമളാൻ മാസത്തിൽ കുടിക്കൂല. അപ്പോൾ പറഞ്ഞു, ഓഹുൽ ആസൂൻ, അവർ ആൻസികളാണ്. ആൻസി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ല്ലേ മലയാളം വെക്കുക. പിന്നെ നമ്മൾ ഉരുട്ടിപ്പരത്തി വേറെ മാനയൊക്കെ വെക്കോടെ. എന്നാൽ മാന എന്താ തങ്ങളെ? ആൻസി എന്താ വാക്കിനർത്ഥം? ദോഷി. ഓഹുൽ ആസൂൻ, ദോഷിയാണ്. നമ്മൾ അർത്ഥം വെക്കും. എന്ത്? അതിൽ നബി ചെയ്തത് ചെയ്യാതപ്പോൾ അവർ അതിൽ വിട്ടുപോയി എന്നൊക്കെയാണ് അവരുടെ ഉദ്ദേശം. അങ്ങനെയൊക്കെ വെച്ചോളി. പക്ഷെ നബി പറഞ്ഞ വാക്കെന്താ? ഓഹുൽ ആസൂൻ, ഓഹുൽ ആസൂൻ. ഞാൻ വെള്ളം കുടിച്ചപ്പോൾ വെള്ളം കുടിക്കാത്തവൻ ഓഹുൽ ആസൂൻ, ഒരു ദോഷികളാ. ഇതാ നേരെ മലയാളം. അങ്ങനെ വെക്കണ്ട. എന്നാലും ആസ്ഥാനം തന്നെയാണല്ലോ. കള്ളുടിക്കുന്നേക്കാൾ വലിയ വിഷയമല്ലേ അത്? റസൂൽ വെള്ളം കുടിച്ച് വെള്ളം കുടിക്കാൻ നബിനേക്കാൾ വലിയ പാപ്പയൊക്കെ മനസ്സിലായില്ല. കള്ളു കുടിക്കുന്നേക്കാൾ വലിയ തെറ്റല്ലേ എന്ത് പറയട കുട്ടി? പിന്നെ എന്ത് ആ യാത്ര? പിന്നെന്താ പറയാ? പറയാ നമ്മൾ അള്ളാന്റെ റബ്ബിനെ കൊണ്ട് വെള്ളം കുടിക്കൂല. പോലെ ആരെ ചെറുതാക്കി ഒരു പറഞ്ഞു എന്നല്ല. ഇനി അവർ ഒറ്റക്കൂട്ടത്തോടു കൂടെ പോകുമ്പോൾ അവർക്ക് പറയാനുള്ള വാക്ക് എന്തായിരിക്കും?
നമ്മൾ ഏത് മയിലാണെങ്കിലും വേനലാണെങ്കിലും ഞങ്ങൾ വെള്ളം കുടിച്ചില്ല. ഞങ്ങളെ ബാപ്പാന്റെ മക്കൾ അങ്ങനെയാണ്. ഞങ്ങൾ റമദാൻ നോമ്പ് വെച്ചാൽ നോച്ച മാതിരിയ. ഇവിടെ ആരെ മോശാക്കി? ദുന്യാവിലെ ഏറ്റവും വലിയ ബാപ്പാന്റെ മകന് ഇബ്രാഹിം നബിന്റെ മകനെ ഇപ്പൊ മോശാക്കി ആണോ? പറയടോ. ആജർമാന്റെ ആമിന ബിബിന്റെ അബ്ദുള്ളാന്റെ മോനെ മോശാക്കി. ഓന്റെ പേരെന്താ? പിന്നെ ദോഷിന് എന്താ പറയാ? എന്ത് യാത്രയാണ്? അള്ളാഹ് പറഞ്ഞല്ലേ റസൂലുള്ളാഹിക്ക് ആവശ്യമില്ല, പക്ഷെ താഴെ മനുഷ്യന്മാർക്ക് ആവശ്യം ഉണ്ടാവും. അവര് വിഷമിച്ചിട്ടുണ്ടാവും. അവർക്ക് മനസ്സിലായില്ലേ? അവർക്ക് നാവ് വെച്ചിട്ടുണ്ടാവും. പിന്നെ നബി ഉണ്ടാക്കാണ് അവര് അല്ലേ? പറ കുട്ടി, അതാണ് അള്ളാഹ് ഇവിടെ ഇളവ് അനുവദിച്ചിട്ടുണ്ട്. യാത്രയാണോ? വെള്ളം ഭക്ഷണം കഴിക്കാൻ കുഴപ്പമില്ല. പിന്നെന്താ എടുത്തൂടെ? സാധുക്കളെ എന്തിനാ ബുദ്ധിമുട്ടിക്കണ്? ഒരു നേതാവ് വേണ്ടത് നിയമം നടപ്പിലാക്കല്ല. പറയും നിയമവും കരുണയും തമ്മിലെതിരായാൽ ഞാൻ കരുണയെ മുന്തിക്കുമെന്നൊരാൾ പറഞ്ഞ ഒരാൾ ഇന്ത്യയിലുണ്ട് 20-ാം നൂറ്റാണ്ടിൽ. അതാണ് നിയമവും മനുഷ്യരോടുള്ള കരുണയും നിയമവും തമ്മിലെതിരായാൽ ഞാൻ നിയമത്തെ ഒഴിവാക്കി മാനുഷിക കാരുണ്യത്തിന്റെ കൂടെ നിൽക്കൂ എന്ന് പറഞ്ഞ ഒരാൾ 20-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ ജീവിച്ചിട്ടുണ്ട്. അയാളാരാ? ഗാന്ധിജി. അതാണ് നമ്മുടെ രാഷ്ട്രപിതാവ്. ഇത് കൃത്യമാണ്. നിയമം ലംഘിക്കാനുള്ളതാണ് കരുണക്കെതിരായാൽ. എപ്പോഴല്ല, ചിലപ്പോൾ കരുണക്കെതിരാവും, ചിലപ്പോൾ കരുണക്കെതിരാവും. പറഞ്ഞ മനസ്സിലായില്ലേ? ഒരുത്തരം ഛർദിക്കാൻ വന്നു, ഛർദിക്കാൻ മുട്ടി. അപ്പോൾ വണ്ടി സൈഡാക്കിയത് എവിടെയാ? നോ പാർക്കിങ്ങിലാ. അപ്പൊ പോലീസുകാരൻ വന്നു. നോ പാർക്കിങ്ങിൽ എഴുതാൻ ഒരുങ്ങിയപ്പോൾ ആ കൂട്ടത്തിൽ ഒരാൾ എണീറ്റ് വന്നാണ്ട് പറഞ്ഞു, എന്ത് അപ്പുറത്തേക്ക് നീങ്ങാൻ കഴിഞ്ഞില്ല സാറേ, ഇത് ഛർദിക്കാണ്, രോഗിയാണ്. ഇനി അവിടെ 500 എഴുതാന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഓനെ ഇന്ത്യൻ പോലീസ് ആക്കാൻ പറ്റൂല. ഇത് ഗാന്ധിജിയുടെ നാടാ. നിയമവും കരുണയും എതിരായി. അവിടെ എന്തിനെ മുന്തിക്കണ്ട്? കരുണ. പറഞ്ഞ മനസ്സിലായോ? ചിന്തിക്കുക എന്താണ് ാണ് മുഹമ്മദ് മുസ്തഫ. അതാണ് കണ്ട്. ഉണർന്ന് ചിന്തിക്കുക. ബാക്കിയെടുത്ത ക്ലാസ് ഒരു 3 വട്ടം അസ്മാഉൽ ഹുസ്നയിലെയും أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. ولله الأسماء الحسنى فادعوه بها هو الله الذي لا إله إلا هو الرحيم الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر الخالق البارئ العليم القابل الباسط الخافض الرافع المعز المذل السميع البصير الحكم العدل اللطيف الخبير الحليم العليم الغفور الشكور العلي الكبير الحفيظ المقيت الحسيب الجليل الكريم الرقيب المجيب الواسع الحكيم الودود المجيد الباعث الشهيد الحق الوكيل القوي المتين الولي الحميد المحصي المبدئ المعيد المحيي المميت الحي القيوم الواجد الماجد الواحد الأحد الصمد القادر المقتدر المقدم المؤخر الأول الآخر الظاهر الباطن الوالي المتعالي البر التواب المنتقم العفو الرؤوف مالك الملك ذو الجلال والإكرام المقسط الجامع الغني المغني المانع الضار النافع النور الهادي البديع الباقي الوارث الرشيد الصبور الذي لم يلد ولم يولد ولم يكن له كفوا أحد. أعوذ بالله السميع العليم من الشيطان الرجيم. ഏട് കൊടുക്ക് വേഗം. بسم الله الرحمن الرحيم. ولله الأسماء الحسنى فادعوه بها هو الله الذي لا إله إلا هو الرحمن الرحيم الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر الخالق البارئ المصور الغفار القهار الوهاب الرزاق الفتاح العليم القابل الباسط الخافض الرافع المعز المذل الحكم العدل اللطيف الخبير الحليم العليم الغفور الشكور العلي الكبير الحفيظ المقيت الحسيب الجليل الكريم الرقيب المجيب الواسع الباعث الشهيد الحق الوكيل القوي المتين الولي الحميد المحصي المبدئ المعيد المحيي المميت الحي القيوم الواجد الماجد الواحد الأحد الصمد القادر المقتدر المقدم المؤخر الأول الآخر الظاهر الباطن الوالي المتعالي
البر التواب المنتقم العفو الرؤوف مالك الملك ذو الجلال والإكرام المقسط الجامع الغني المغني المانع الضار النافع النور الهادي البديع الباقي الوارث الرشيد. بسم الله أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. ولله الأسماء الحسنى فادعوه بها هو الله الذي لا إله إلا هو الرحمن الرحيم الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر الخالق البارئ المصور الغفار القهار الوهاب الرزاق الفتاح العليم القابض الباسط الخافض الرافع المعز المذل السميع البصير الحكم العدل اللطيف الخبير الحليم العظيم الغفور الشكور العلي الكبير الحفيظ المقيت الحسيب الجليل الكريم الباعث الشهيد الحق الوكيل القوي المتين الولي الحميد المحصي المبدئ المعيد المحيي المميت الحي القيوم الواجد الماجد الواحد الأحد الصمد القادر المقتدر المقدم المؤخر الأول الآخر الظاهر الباطن الوالي المتعالي البر التواب المنتقم العفو الرؤوف مالك الملك ذو الجلال والإكرام المقسط الجامع الغني المغني المانع الضار النافع النور الهادي البديع الباقي الوارث الرشيد الصبور الذي لم يلد ولم يولد ولم يكن له كفوا أحد. എത്രട്ടായി? മൂന്നായില്ലേ? الفاتحة. بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى سيدنا محمد. അല്ലാഹുവേ, ബഹുമാനപ്പെട്ട റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ഇത് നീ കബൂലാക്കണമേ റബ്ബേ. ഈ മജ്‌ലിസിന്റെ ചെയ്യുന്ന അവസാനം വരെ ചെയ്യുന്ന സകല ദുആയും സ്വീകരിക്കണമേ റബ്ബേ. ഞങ്ങളെ എല്ലാ പ്രയാസം പരിഹരിച്ചേക്കണമേ റബ്ബേ. നിന്നിലേക്ക് ഒട്ടി നിൽക്കുന്നവരിൽ ഞങ്ങളെ ചേർക്കണമേ റബ്ബേ. നിന്നിലേക്ക് ഒട്ടിയാൽ പിന്നെ പിശാചിന് അവിടെ ഒരു മജാലുമില്ല. പിശാചിന് കയറാൻ പിന്നെ കഴിയില്ല. നീ ഞങ്ങളെ നിന്നിലേക്ക് ചേർക്കപ്പെട്ടവർ ഉൾപ്പെടുത്തണമേ റബ്ബേ.